കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെൻറ്റ് പഠന വിഭാഗത്തിൽ വെച്ച് ഞങ്ങൾ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അന്ന് വലിയ തിരക്കിലായിരുന്നു, കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനോ അറിയാനോ സാധിച്ചില്ല. ഇന്ന് ചേളാരിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ അതായത് ക്ഷേത്ര സംരക്ഷണ സമിതി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ വെച്ച് വീണ്ടും അദ്ദേഹത്തെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടായി. ഞങ്ങളുടെ ദർശിതാക്കൾക്ക് വേണ്ടി മതത്തെയും സംസ്കാരത്തെയും സംബന്ധിച്ചും മറ്റ് ചില കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തോട് നേരിട്ട് അഭിപ്രായങ്ങൾ ആരായാനുള്ള ഈ സന്ദർഭം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. സർ, മതത്തിന് സമൂഹത്തിൽ വലിയ പ്രാധാന്യമാണ് ഇപ്പോഴുള്ളത്. മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാംസ്കാരിക ചിന്തയോ ധിഷണാപരമായ ഉയർച്ചയോ ഉണ്ടാവൂ എന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ശാസ്ത്രമായാലും മതമായാലും ആത്മീയതയായാലും സാങ്കേതിക വിദ്യയായാലും ഏതും കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ല എങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ആറ്റമിക് എനർജി ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ഏതാണ്ട് 40% ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. അതേ ആറ്റമിക് എനർജി ശ്രദ്ധയില്ലാതെ ആറ്റം ബോംബിന് ഉപയോഗിച്ചാൽ സർവനാശത്തിന് കാരണമാകും. അതുപോലെ മതം എന്നുള്ളത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് മാനവരാശിയുടെ സർവനാശത്തിന് കാരണമാക്കാൻ അത് മതി. ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചാൽ അതേ മതം തന്നെ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴും രോഗനിർണയം തെറ്റി ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ രോഗി മരിച്ചുപോയി എന്ന് വരും. അതേ ഔഷധം തന്നെ അമൃതമായിത്തീരും ആ കറക്റ്റ് രോഗം നിർണയിച്ചാൽ. മതത്തിനെ രാഷ്ട്രീയക്കാരും ജനങ്ങളും പണ്ഡിതരും ബുദ്ധിജീവികളും തെറ്റായിട്ട് ഉപയോഗിച്ചാൽ ആ മതം ലോകത്തിൻ്റെ സർവനാശത്തിന് കാരണമാകുന്ന പല സംഭവങ്ങളും ഇപ്പം നടക്കുന്നുണ്ട്. ആത്മീയതയും മതവും വേറെ വേറെ കാണാൻ സാധിക്കണം. ഒരിക്കൽ വളരെ പണ്ഡിതനായ ഒരു വ്യക്തി UNOയിലെ സമ്മേളനത്തിൽ പറഞ്ഞു, മതം പഴത്തിൻ്റെ തൊലിയും ആത്മീയത അകത്തുള്ള സത്വമാണ്. അതാണ് സത്യം. ആ തൊലിയല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിനകത്തുള്ള ആ ഫ്രൂട്ടിൻ്റെ മധുരമായിട്ടുള്ള വസ്തുത ആത്മീയതയാണ് ഉപയോഗിക്കുന്നത്. അതായത് ചടങ്ങിലൂടെയും കാർക്കശ്യങ്ങളിലൂടെയും ഉള്ള പരിപാലനത്തിലൂടെ വരുന്ന ധൈഷണാപരമായ ഉയർച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കെട്ടുകളും അഴിച്ചു കളയാം, പിന്നെ അവർക്ക് വേണ്ട പോലെ ജീവിക്കാം എന്നതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഏത് ചടങ്ങുകളും ഇംഗ്ലീഷിലെ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്, ഏത് ആചാരങ്ങൾക്കും 5 ലക്ഷ്യമാണുള്ളത്. മനസ്സിൻ്റെ നന്മ, ശരീരത്തിൻ്റെ നന്മ, കുടുംബത്തിൻ്റെ നന്മ, സമൂഹത്തിൻ്റെ നന്മ, രാഷ്ട്രത്തിൻ്റെ നന്മ. ഈ നന്മകൾ ഏത് നിലവാരത്തിലുള്ള വ്യക്തികൾക്കും, ഏത് മതത്തിലുള്ള വ്യക്തികൾക്കും, ഏത് രാഷ്ട്രീയ ചിന്താധാരയിലുള്ള വ്യക്തിക്കും, ഏത് വിശ്വാസ പ്രമാണത്തിൽ യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള ഒരു ഇച്ഛാശക്തി മനസ്സിലുണ്ടെങ്കിൽ ഈ ആചാരങ്ങളും ഈ സങ്കല്പങ്ങളും ഇതെല്ലാം നന്മയ്ക്ക് ഉപയോഗിക്കാം. അതിപ്രഗത്ഭനും യുക്തിവാദിയുമായ ഒരു നല്ല ഡോക്ടർ ഷൊർണൂർ ഡോക്ടർ കൃഷ്ണകുമാർ, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ പേര് പറയുന്നത്. യുക്തിവാദിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് സംശയത്തിന് പോയാൽ അദ്ദേഹം ആദ്യം പറയുക റിട്ടേൺ ടു റിച്വൽസ് എന്നാണ് പറയുക. ഈ റിച്വൽസിലേക്ക് തിരിച്ചു വരൂ നിങ്ങൾ, അതല്ലാതെ ഈ സൊല്യൂഷൻ ഇല്ല എന്നാണ് പറയും. അപ്പോൾ യുക്തിവാദിക്കും റിച്വൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രത്തിൻ്റെ ശാശ്വതമായ നന്മയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ ആചാരങ്ങൾ മാനവരാശിക്ക് പ്രയോജനപ്പെടുക. വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് ഈ റിച്വൽസ് കൊണ്ട് നേടിയെടുക്കാവുന്ന അഭ്യുന്നതി നേടിക്കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പിന്നെ റിച്വൽസിന്റെ പരിപാലനത്തിന് ആവശ്യമുണ്ടോ? വളരെ വളരെ നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ഒരു പ്രൈം മിനിസ്റ്ററാണ് ഉള്ളത്, ഒരു പ്രസിഡന്റാണ് ഉള്ളത്. എല്ലാവരും പ്രൈം മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിയമത്തിന് അവിടെ ആവശ്യമില്ല. എല്ലാവരും പ്രൈം മിനിസ്റ്റർ ആവില്ല, അപ്പോൾ എല്ലാവരും പ്രസിഡന്റും ആവില്ല, എല്ലാവരും യോഗിയും ആവില്ല. പലരും പല തട്ടിലുള്ളവരായതുകൊണ്ട് ഏറ്റവും മുകളിലിരിക്കുന്നവൻ ഏറ്റവും ചുവട്ടിലിരിക്കുന്നവനുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ റിച്വൽസിലൂടെ അല്ലാതെ സാധിക്കില്ല. ചുവട്ടിലിരിക്കുന്നവൻ്റെ ജീവിതം ധന്യമാക്കാൻ അയാൾ സംശയം ചോദിക്കേണ്ടി വരുന്നതും മുകളിലുള്ളവരോടാണ്. അപ്പോൾ പ്രായോഗിക തലത്തിൽ ഒരു 500 രൂപയുടെ നോട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് ഒരാൾക്കറിയാം. ഒരു പേപ്പറിൻ്റെ കഷ്ണം, അതിൽ കുറച്ച് കളറ്, അതിൽ ഗാന്ധിജിയുടെ തല, അതിൽ 500 എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആ എഴുതി വെച്ചിരിക്കുന്നത് വലിയ ഒരു യോഗിക്ക് അത് വെറും ഒരു കടലാസ് കഷ്ണമാണ്. പക്ഷേ സാധാരണക്കാരന് അതല്ല. പക്ഷെ ആ യോഗിക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ 500 രൂപയുടെ നോട്ട് വേണം. എല്ലാവർക്കും അത് ആവശ്യമാണ്. ശരി തന്നെ. എങ്കിലും ഗുരുക്കന്മാർ പലപ്പോഴും ചെയ്തു വരുന്ന ഒരു പദ്ധതിയാണ്, അതായത് സാധാരണയായി പറയാറുണ്ട്, കിണറിൽ വീണ മനുഷ്യനെ രക്ഷിക്കാൻ കിണറോളം താഴ്ചയിലേക്ക് വരണം. ഈ താഴ്ന്ന തലത്തിൽ പറയുന്ന ഗുരുക്കന്മാരുടെ വചനങ്ങൾ വീണ്ടും അത്ര തന്നെ അഭ്യുന്നതി ലഭിച്ചിട്ടില്ലാത്ത ശിഷ്യഗണങ്ങൾ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചു പോകുന്നത് എങ്ങനെ തടയാം? ഏത് അറിവും
നിങ്ങൾക്കൊരു പക്ഷേ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ 98 വരെ ആൻറ്റിബയോട്ടിക് മനുഷ്യനിൽ കുത്തിവെച്ചിരുന്നപ്പോൾ ധരിച്ചിരുന്നു പന്നിയിൽ കുത്തിവെച്ചിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് നടത്തുക. 98 മനസ്സിലായി ഈ ആൻറ്റിബയോട്ടിക്കിന് പന്നിയിൽ ഒരു എഫക്റ്റും ഇല്ലയെന്ന്. അപ്പോൾ ഇത്രയും കാലം ചെയ്തുകൊണ്ട് വന്ന മൊത്തം ഏത് മോളിക്യൂളാണ്? അതിൽ ആൻറ്റിബയോട്ടിക്കുകൾ ബ്രോഡ് സ്പെക്ട്രം ആയാലും നാരോ സ്പെക്ട്രം ആയാലും ഈ പന്നിയിൽ യാതൊരു തരത്തിലുള്ള എഫക്റ്റും ഉണ്ടാക്കില്ല. അപ്പോൾ ഇത്രയും കാലം നടത്തിയ പഠനം മൊത്തം തെറ്റാണ്. അപ്പോൾ ചിലത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതിൻ്റെ ഇനീഷ്യൽ പാർട്ടിൽ തെറ്റുണ്ടാവും. പക്ഷേ നമ്മൾ കിണറോളം താഴുമ്പോഴും മുകളിലേക്ക് വരുമ്പോഴും അത് സത്യസന്ധമായിട്ട് ഉപയോഗിക്കണം. അടുത്ത കാലത്ത് നല്ലൊരു ആർട്ടിക്കിൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഓപ്പൺ ഹാർട്ട് സർജറിയിൽ 64% സർജറി ഫ്രോഡാണ്, വെറുതെ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യാം. അപ്പോൾ നല്ലൊരു സയൻസ് ദുരുപയോഗം ചെയ്യുന്നു, നല്ല ഇൻഡിക്കേഷൻ, നല്ലൊരു മതം ദുരുപയോഗം ചെയ്യുന്നു. ഇപ്പോൾ ക്രിസ്തു മതത്തിൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിൻ്റെ കണ്ണിൽ ഒരു കരടുണ്ട്, അത് നിൻ്റെ കണ്ണിലൊരു തടിയുണ്ട്, നീ അടുത്ത ഉള്ളവൻ്റെ കണ്ണിലെ ഇതാണ്. നീ അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ഇവിടെ ഇന്ത്യയിൽ പറയുന്നു ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വത. നന്മ നിറഞ്ഞത് എവിടെ ഉണ്ടെങ്കിലും എടുക്കുക, അത് ബൈബിളിലുണ്ടെങ്കിലും ഖുറാനിലുണ്ടെങ്കിലും എവിടെ ഉണ്ടെങ്കിലും എടുക്കുക. ഇതൊക്കെ സന്ദേശങ്ങളായി നിലനിൽക്കുന്നു. പഠിപ്പിക്കേണ്ടവർ നല്ല രീതിയിൽ പഠിപ്പിച്ചാൽ അത് ഉപയോഗിക്കാം. എന്ത് പറയുമ്പോഴും സ്വന്തമായ ഒരു അഭിപ്രായമാണ്, ഇത് എൻ്റെ അഭിപ്രായമാണ് എന്ന് പറയാതെ എൻ്റെ അഭിപ്രായത്തിൻ്റെ സാധൂകരണത്തിനു വേണ്ടി വേദങ്ങളെയും ഗുരുവചനങ്ങളെയും പ്രാപിക്കുന്നത് എന്തിനാണ്? എൻ്റെ തന്നെ ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഇത് എൻ്റെ അഭിപ്രായമാണ്, വേണമെങ്കിൽ എടുത്തുകൊള്ളുക, വേണ്ടെങ്കിൽ എടുക്കണ്ട എന്ന് പറഞ്ഞുകൂടെ? അതായിരുന്നു വേണ്ടത്. ഈവൻ നമ്മുടെ കേരളത്തിലെ ബുദ്ധിജീവികൾ പോലും, നല്ല ബുദ്ധിജീവികൾ പോലും മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും നിലനിൽക്കുകയും അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കുകയും ചെയ്യുമ്പോൾ യദ്യതാചരതി ശ്രേഷ്ഠതത്തദേവേതരോജനാഹ എന്ന് ഭഗവത്ഗീതയിലുണ്ട്. ശ്രേഷ്ഠന്മാർ പോലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാനേ പറ്റുള്ളൂ. വസ്തുത അതുപോലെയല്ല. അതുകൊണ്ട് നന്മ ചെയ്യാൻ മൊത്തത്തിൽ എത്ര സാധിക്കുന്നു അത്രയും ചെയ്യാം. ഇത് തന്നെ വീണ്ടും ഒരു ഉദാഹരണ സഹിതം ഞാൻ ചോദിക്കുകയാണ്. വേദമന്ത്രങ്ങളുടെയും എല്ലാം അനുധാവനവും ശ്രവണവും എല്ലാം വളരെ പ്രാധാന്യമേറിയ കാര്യമാണെന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ. ഈ തരുണത്തിൽ ഞാൻ ചോദിക്കുകയാണ്, കൽക്കണ്ടി വളരെ മധുരമുള്ളൊരു കാര്യമാണ്, അത് വെളുത്തിട്ടാണ്, അത് ഘനമുള്ളതാണ്, കാഠിന്യമുള്ളതാണ് എന്നുള്ള വചനങ്ങൾ വായിച്ചും അനുധാവനം ചെയ്തും അല്ലെങ്കിൽ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടും പഠിക്കുന്നതിനേക്കാൾ ഉപരിയായി ആ കൽക്കണ്ടിയുടെ ഒരു കഷണം വായിൽ വെച്ച് നുണച്ചറിഞ്ഞ് മധുരമുള്ള അനുഭവം ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ നല്ലത്? മതങ്ങൾ എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള വാക്യങ്ങളുടെയും മഹത് വചനങ്ങളുടെയും പിന്നാലെ പോകുന്നത്? വാക്യങ്ങളിലൂടെയും അതുപോലെ മഹത് വചനങ്ങളുമാണ് യഥാർത്ഥത്തിൽ മാനവരാശിയെ മാറ്റുന്നത്. ഗാന്ധിജി ആയത് ഉപയോഗിച്ച വാക്കിലൂടെയാണ്. യേശുദേവനായത് അദ്ദേഹം ഉപയോഗിച്ച വാക്കിലൂടെയാണ്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത വാക്കിലൂടെ കൊടുത്തത് കൊണ്ടാണ് മഹത് വചനങ്ങൾ ഉപയോഗിക്കാൻ സാധിച്ചത്. നിങ്ങൾ പറയുന്ന കൽക്കണ്ടത്തിൻ്റെ കാര്യം വേദത്തിൻ്റെ കാര്യവുമായിട്ട് താരതമ്യം ചെയ്താൽ വേദം പഠിക്കുക എളുപ്പമല്ല. അത് സ്വയം പറഞ്ഞുകൊടുത്ത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ സത്താണ് പറയുക. സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരം. അത് വേദത്തിൻ്റെ അബ്സ്ട്രാക്റ്റാണ്. അത് ജീവിതത്തിൽ പകർത്താനായിട്ട് ആഹ്വാനം കൊടുക്കുന്നത് വരെ ഉള്ള ജോലിയെ ഗുരുവിനുള്ളൂ, അതിനപ്പുറത്തില്ല. പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച് സ്വാനുഭവമാണ്. ഈ സ്വാനുഭവം ഉണ്ടാക്കാനുള്ള പദ്ധതികൾക്ക് വിഘ്നമാണല്ലോ പല ആചാരങ്ങളും കാർക്കശ്യങ്ങളും. പ്രത്യേകിച്ചും മതങ്ങൾ കുറ്റം പറയുന്നത്, മതങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങളുമായാണ് മനുഷ്യനെ സമീപിക്കുന്നത്. അതായത് തനിക്ക് ഈ രീതിയിലുള്ള ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ, ഈ രീതിയിലുള്ള ആരാധനയോടുകൂടി ആരാധിക്കുകയാണെങ്കിൽ തനിക്ക് ഇഹലോക സുഖം ലഭിക്കും, സമ്പത്ത് ലഭിക്കും, ഐശ്വര്യം ലഭിക്കും. മാത്രവുമല്ല പരലോകത്തിലും സുഖവും ഐശ്വര്യവും എല്ലാം ലഭിക്കും. ഈ തരത്തിലുള്ള ഒരു വാഗ്ദാനവുമായാണല്ലോ മിക്ക മതങ്ങളും, സെമിറ്റിക് മതങ്ങൾ മാത്രമല്ല ഭാരതീയ മതങ്ങൾ പോലും ഒരു പൗരനെ സമീപിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സമീപനത്തിൻ്റെ ആവശ്യം? മതങ്ങൾ ആരെയും സമീപിക്കുന്നില്ല, മതങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് സമീപിക്കുന്നത്. ഈ കൈകാര്യം ചെയ്യുന്നവരിൽ വന്നിരിക്കുന്ന അബദ്ധമാണ്. നല്ല കത്രിക ഉപയോഗിച്ചിട്ട് തന്നെയാണ് സർജറി നടത്തുക. അതേ കത്രിക ഉപയോഗിച്ചിട്ടാണ് മുടി വെട്ടുന്നത്. അതേ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരാളെ കുത്തി വീഴ്ത്തുകയും ചെയ്യാം. പ്രയോഗിക്കുന്ന വ്യക്തികളിലുണ്ടാകുന്ന കുഴപ്പം മൊത്തം ആന്തരിക സന്ദേശങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ പറ്റുന്ന അബദ്ധമാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം. വേദങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ബൈബിളും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തിനാണ് വേദങ്ങളും വചനങ്ങളില്ലാതെ
അല്ലെങ്കിൽ വരയില്ലാതെ ആശയവിനിമയം നടത്താമല്ലോ, സ്വീകരിക്കാമല്ലോ, മനസ്സിലാക്കാമല്ലോ. ചിതാകാശത്തിൽ നടക്കുന്ന സ്വാനുഭവമാണല്ലോ യഥാർത്ഥത്തിൽ ധിഷണാപരമായ ഉയർച്ചയുടെ മാനദണ്ഡം. ഇത് ഓരോ വ്യക്തിക്കും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമല്ലോ. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പദ്ധതിയിലേക്ക് സാധാരണ ജനത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ താങ്കളെപ്പോലുള്ളവർ ശ്രമിക്കാത്തത്? ലോകത്തിൽ രണ്ട് തരം സത്യമുണ്ട്. ഒന്ന് പാരമാർത്ഥിക സത്യം, രണ്ട് വ്യാവഹാരിക സത്യം. 99.99% ജനങ്ങളും വ്യാവഹാരിക സത്യത്തിലാണ് ജീവിക്കുന്നത്. വ്യാവഹാരിക സത്യത്തിൽ ജീവിക്കുന്നവർക്ക് വ്യാവഹാരിക യാഥാർത്ഥ്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളൊരു ഹോട്ടലിൽ ചെന്ന് അപ്പവും പുട്ടും കടലയും കഴിച്ചതിന് ശേഷം പുറത്ത് വന്ന് കാഷ്യറുടെ അടുത്ത് അഹം ബ്രഹ്മാസ്മി പറഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അയാളും പറയും അഹം ആൾസോ ബ്രഹ്മാസ്മി, പൈസ എടുക്കാൻ പറയും. അപ്പോൾ അവിടെ വ്യാവഹാരിക സത്യമാണ്, പാരമാർത്ഥിക സത്യമല്ല. പിന്നെ വരകളില്ലാതെ സന്ദേശം കൊടുക്കാൻ സാധ്യമല്ല. മനോമേ വാചി പ്രതിഷ്ഠിത, വാചുമേ മനോപ്രതിഷ്ഠിത. മനസ്സും വാക്കും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനും ചോദ്യങ്ങളായിട്ടല്ലാതെ എൻ്റെ അടുത്ത് എങ്ങനെയാ പറയാ? ശാസ്ത്രസിദ്ധ്യങ്ങളുണ്ടല്ലോ. സാധാരണ ലെവലിൽ നിൽക്കുന്നവർക്ക് അവിടം വരെ എത്ര എത്താം? അതിനപ്പുറം കടന്നവന് ന മന്ത്രം, ന തന്ത്രം, ന ധ്യാനം, ന ശയനം, ന യജ്ഞോപവിധം, ന ദണ്ഡം, ന ശിഖ, ന കമണ്ഡലം ഒന്നും വേണ്ട. അവിടെ എത്തിയവർ എത്ര പേരുണ്ട്? നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ഇല്ല, എത്തിയിട്ടില്ല. എത്താനുള്ള വാഞ്ചയുണ്ടെന്നുള്ളത് സത്യം തന്നെയല്ലേ? ആ വാഞ്ചയെ പരിപോഷിപ്പിക്കേണ്ടത് ആവശ്യമല്ലേ? അത് പരിപോഷിപ്പിക്കുമ്പോൾ പോലും കൊടുക്കുന്ന ആളുടെയും എടുക്കുന്ന ആളുടെയും നിലവാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. എടുക്കുന്ന വ്യക്തികൾ മുഴുവനും LKG ലെവലും കൊടുക്കുന്ന വ്യക്തികളൊക്കെ MA ലെവലുമാണെങ്കിൽ എങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കും?